Hi, hello, assalamu alaikum. Welcome back to another video of Soella Hair Accessories. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റോൺസ് വെച്ചിട്ടുള്ള അടിപൊളി ഹെയർ ക്ലിപ്സ് ആണ്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഈ ഫെൽറ്റ് ഷീറ്റാണ്. ഇതിനകത്താണ് നമ്മൾ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതാണ് ഫെൽറ്റ് ഷീറ്റ്. വൈറ്റ് കളറിൽ നമ്മൾ ക്ലിപ്പിൻ്റെയൊക്കെ അടിയിൽ ബോയിലൊക്കെ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വൈറ്റ് കളർ ഷീറ്റാണിത്. പല കളറിൽ കിട്ടും. ഇപ്പം ഇതാണ് ഫെൽറ്റ് ഷീറ്റ്. അപ്പോൾ ഇതുപോലത്തെ ക്ലിപ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോൺസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഈ ഫെൽറ്റ് ഷീറ്റ് നമ്മുടെ ക്ലിപ്പിൻ്റെ ഇതിന് ആവശ്യത്തിനുള്ളത് മുറിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ B7000 ഗ്ലൂ വേണം. അതുപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്റ്റോൺസ് എന്ന് പറയുന്നത് റെഡും ഗോൾഡൻ കളറുമാണ്. അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് യെല്ലോ കളറ്. അപ്പം നമുക്കിവിടെ നമുക്ക് വേണ്ട ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം ഗ്ലൂ കൊണ്ട്. ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പാണ് വരയ്ക്കുന്നത്. ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പ് ഞാൻ വരച്ചു. ഇനി നമുക്കിതിനകത്തോട്ട് സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല പ്രിസൈസ് ആയിട്ട് നമ്മൾ ചെയ്യണം. കുറച്ച് ടൈം എടുക്കുകയും കുറച്ച് എഫേർട്ട് ഇടുകയും ചെയ്യേണ്ട പണിയാണിത്. അപ്പം നമുക്ക് ഇതെന്ന് പറയുന്നത് ഇത് നമ്മൾ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒരു ബഡ്സോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഒക്കെ ഉപയോഗിക്കാം. അപ്പം നമുക്കിതൊന്ന് ഇതിൻ്റെ ഈ ബഡ്സിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് പശ തേച്ചിട്ട് സ്റ്റോൺസിൽ തൊടുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒട്ടി വന്നോളൂ. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഞാൻ ഈ ബോർഡറിൽ ഇതിൻ്റെ റെഡ് കളറ് ഹാർട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റോൺസ് വെച്ചിട്ട്. ഈ സ്റ്റോൺസ് വെച്ചോ അല്ലെങ്കിൽ ഹാഫ് ബീഡ്സ് ഉണ്ട് കുറച്ചുകൂടെ വലിയ ടൈപ്പ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ ബോർഡർ ഒരു ഹാർട്ട് ഷേപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അകത്ത് നമുക്ക് വീണ്ടും ഗ്ലൂ തേക്കാം. ഇതൊക്കെ ഒന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ നേരം എല്ലാം ലെവലാക്കി വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ക്ലിപ്പിൻ്റെ സൈസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇനി അകത്തൂടെ ഒരു ബോർഡറായിട്ട് തന്നെ അകത്തൂടെ ഒരു ഹാർട്ട് ഷേപ്പ് നമുക്ക് യെല്ലോ കളറിൽ കൊടുക്കാം. പിന്നെ അകത്ത് വീണ്ടും റെഡ് കളറ്, പിന്നെ യെല്ലോ കളറ്, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ യെല്ലോ കളറ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ നമുക്ക് പല വെറൈറ്റീസ് ആയിട്ടുള്ള ക്ലിപ്പുകൾ നമുക്കിതിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വരയ്ക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ പല വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ യെല്ലോയും വെച്ച് കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു ടൂത്ത് പിക്ക് കൊണ്ടും നമുക്കിങ്ങനെ സ്റ്റോൺസ് എടുക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ടൂത്ത് പിക്ക് കൂടെ എടുത്ത് കാണിക്കുന്നത്. ബഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ആയാലും മതി. ടൂത്ത് പിക്കിനകത്ത് ഇതുപോലെ തന്നെ പശ ജസ്റ്റ് ഒന്ന് പശയിലൊന്ന് മുക്കിയിട്ട് ഗ്ലൂവിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് റെഡ് കളർ കൊണ്ടൊരു ഹാർട്ട് ഉണ്ടാക്കാം. റെഡ് കളർ കൊണ്ട് ഹാർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്ത് യെല്ലോ കളർ ആഡ് ചെയ്യാം. യെല്ലോ സ്റ്റോൺ കൊണ്ട് വീണ്ടും നമുക്കിനി ഒരു ഹാർട്ട് പറ്റില്ല, അതിനുള്ള സ്പേസ് അവിടെ ഇല്ല. അതുകൊണ്ട് യെല്ലോ കളർ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റോണിൻ്റെ ഒരു ചെയിൻ വേണം. ഇത് നമുക്ക് ബോർഡറായിട്ട് ഇതൊന്ന് കൊടുക്കാം. ഇതിൻ്റെ ബോർഡറിൽ കൂടി നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം ഗ്ലൂ കൊണ്ട്. ഇതിൻ്റെ ബോർഡറായിട്ടാണ് നമ്മൾ ഈ ചെയിൻ സ്റ്റിക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ചെയിൻ സ്റ്റിക്ക് ചെയ്യാം. പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും, വലിയ പാടൊന്നുമില്ല. ഇത് നല്ല ഫ്ലെക്സിബിൾ, ഏത് സൈഡിലോട്ട് വേണമെങ്കിലും നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ചെയിനാണ്. അപ്പം ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്നത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു ബാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഫെൽറ്റ് ഷീറ്റിൽ നിന്ന് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത്, ഈ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഇതിനെ ഒരു അലിഗേറ്ററിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, ഒരു ക്ലിപ്പിലോട്ട്. ഞാൻ ഇതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാനിവിടെ 2 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.